നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കണോ? എന്താ പ്രിയ ഇത്? നിങ്ങൾ രണ്ടാളൊന്ന് പൊയ്ക്കേ. പോകാൻ ഇല്ലമ്മേ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. രാധമ്മേ, ഞാൻ ഇവരോട് സംസാരിക്കാം. ചേച്ചി, നിങ്ങൾ പറയുന്നത് രാജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സഹോദരിമാർക്ക് രാജുവിനെ ഈ അവസ്ഥയിൽ കാണുമ്പോ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്നും എനിക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അച്ഛൻ എന്റെ വിവാഹം ധൃതി പിടിച്ച് നടത്താൻ നോക്കിയപ്പോ ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നീട് എന്റെ ആഗ്രഹത്തിന് ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അച്ഛന്റെ തീരുമാനം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ദീപകിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളി. പക്ഷെ അവൻ ഞാൻ വിചാരിച്ചതിലും വലിയ ഫ്രോഡായിരുന്നു. നിങ്ങൾക്കറിയാമോ, വീട്ടിലെ സെർവന്റ് ദിവ്യ ഗർഭിണിയാ. അവനാണ് ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ. ആ സത്യം അറിഞ്ഞിട്ടും അവന്റെ കൂടെ ഞാൻ ജീവിക്കണമായിരുന്നു. എന്റെ വീട്ടിൽ നടക്കുന്ന ഞാൻ അറിയാത്ത പല കാര്യങ്ങളും കത്തിലൂടെ ആരോ ഒരാൾ എന്നെ അറിയിച്ചപ്പോ ദീപക്കുമായുള്ള വിവാഹം ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം. മാഡം, എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന് മാത്രം മാഡം കരുതിയാൽ മതി. നിങ്ങളുടെ മനസ്സെനിക്കറിയാം. പക്ഷെ ഋതിക മാഡം ഇപ്പോ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്ന. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാഡത്തിനും അതേ സ്നേഹം നൽകണം. ഋതിക മാഡം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നേരിടാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള ഭയമാണെങ്കിൽ ഞാൻ മാഡവുമായി വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറിക്കൊള്ളാം. അയ്യോ രാജു, നീ എന്താ ഈ പറയുന്നേ? സമാധാനമായോ രണ്ടിനും? എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ പോകുന്നുണ്ടോ ഇവിടുന്ന്? രാജു, നീ ഇതെന്തൊക്കെയാടാ പറഞ്ഞത്? മോൾ അവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. വേണോട്ടെ നിങ്ങൾ വരട്ടെ, രണ്ടിനും കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ രാധമ്മ, വേണ്ട. വേണു അങ്കിളിനോട് പറഞ്ഞു ഇനി അവരെ വഴക്കൊന്നും പറയിപ്പിക്കണ്ട. അതെ, അമ്മ ചെന്ന് എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം റെഡിയാക്കാം. ശരി മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.